മലയാളിക്ക് പ്രത്യേക മമത നടി നവ്യ നായരുണ്ട്. നന്ദനത്തിലെ ബാലാമണിയായി പ്രേക്ഷകർ സ്വീകരിച്ച നവ്യ വിവാഹം വരെയും മലയാളത്തിൽ തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നുവെങ്കിലും ഇന്ന് നൃത്തവേദികളിൽ നവ്യ കൂടുതൽ സജീവം. മാതങ്കി എന്ന ഡാൻസ് സ്കൂൾ നവ്യ നടത്തുന്നുണ്ട്. ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കിലാണ് നവ്യ ഇപ്പോൾ. മഞ്ജുവാർക്ക് ശേഷം തിരിച്ചുവരവിൽ ജനപ്രീതി നിലനിർത്താനും കരിയറിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞ ചുരുക്കം നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. നൃത്തവുമായി വല്ലാതെ ആത്മബന്ധം നവ്യയ്ക്കുണ്ട്. നർത്തകിയായുള്ള ഓരോ നിമിഷവും നവ്യ ആസ്വദിക്കുന്നു. അതേസമയം വിവാഹശേഷം വീണ്ടും നൃത്തവേദികളിൽ എത്തുക നവ്യയ്ക്ക് എളുപ്പമായിരുന്നില്ല. ഇനി നൃത്തം ചെയ്യാനാകുമോ എന്ന ആശങ്ക ഒരു കാലം നവ്യയ്ക്കുണ്ടായിരുന്നു. വിവാഹശേഷം അഭിനയരംഗത്ത് നിന്ന് ഇടവേളയെടുക്കാൻ നവ്യയ്ക്ക് സമ്മതമായിരുന്നു. മുംബൈയിലേക്ക് തന്റെ ജീവിതം നവ്യ പറിച്ചുനട്ടു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തിരക്കുള്ള കലാകാരിൽ നിന്ന് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നവ്യയ്ക്ക് വിരസത തോന്നി. ഏതെങ്കിലും തരത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാൻ നവ്യ ആഗ്രഹിച്ചു. അതിനു മുമ്പ് UPSS നേടണമെന്ന് നവ്യയുടെ ആഗ്രഹം. മകൻ ജനിച്ചോടെ ഇത് നടന്നില്ല. ഇതിനുശേഷം ഡിഗ്രിയിൽ ഡാൻസ് ഡിഗ്രി എടുത്ത് PhD ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഇതേക്കുറിച്ച് ഒരിക്കൽ നവ്യ സംസാരിക്കുകയുണ്ടായി. കറസ്പോണ്ടൻസായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്തു. എല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത്. ഇന്റർവ്യൂവിന് കോൾ വന്നു. മാസത്തിൽ 2 തവണ അവിടെ പോകണം. 6 ദിവസം അവിടെ താമസിക്കേണ്ടി വരും. ഡേറ്റ് നേരത്തെ തരും. പക്ഷേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ടാന്ന് പറഞ്ഞു. എനിക്കപ്പോഴും അതെന്താണെന്ന് അറിയില്ല. കുറേ പറഞ്ഞു നോക്കി. മോൻ ചെറുതാണ്. അപ്പോൾ പോകണ്ട. വേറൊരു സ്ഥലം നോക്കാം എന്നൊക്കെ ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും അന്ന് നവ്യ തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്. മെല്ലെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ചില ചില തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം എന്ന് നവ്യ നായർ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന ചിന്തയിലാണ് പിന്നീട്. ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ല. സിനിമയിൽ ഞാൻ വിചാരിക്കുന്ന പോലുള്ള ക്യാരക്ടർ വരുന്നില്ല. വലിയ ഗ്യാപ്പ് വന്നപ്പോൾ സിനിമാ ലോകം തന്നെ മറന്നുപോയെന്നും നവ്യ നായർ അന്ന് ഓർത്തെടുത്തു. ഒരുത്തി എന്ന സിനിമയിലൂടെ നവ്യ നായർ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. പിന്നീട് ജാനകി ജാനെ എന്ന സിനിമ ചെയ്തു. നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പാതിരാത്രി എന്നാണ് ഒരു സിനിമയുടെ പേര്. സൗബിൻ ഷാഹിറും നവ്യയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. പുഴു എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട രതീനയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ. ഇഷ്ടം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് വന്ന നവ്യ പിന്നീട് നന്ദനം, വെള്ളിത്തിര, പാണ്ടിപ്പട, കല്യാണരാമൻ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു. ഇന്നും നവ്യയുടെ പഴയ സിനിമകൾക്ക് ആരാധകരുണ്ട്. നടിയുടെ പുതിയ സിനിമയിലൊക്കെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴും. അതേസമയം പഴയതുപോലെ തുടരെ സിനിമകൾ ഇന്ന് നവ്യ ചെയ്യുന്നില്ല.